എന്താ BJP വർഗീയ പാർട്ടി? അവരുടെ വഴിക്ക് പോകട്ടെ, ഞാൻ എൻ്റെ വഴിയുണ്ട്. എനിക്കിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പ്രസ്ഥാനവുമായി ഞാൻ മുന്നോട്ട് പോകുന്നു, അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അല്ലാതെ മറ്റൊന്നും എൻ്റെ മുന്നിലില്ല. എനിക്കതിനെപ്പറ്റി അറിയില്ല, ഞാൻ അത്ര പഠിച്ചിട്ടില്ല, ആ വിഷയത്തെക്കുറിച്ച് അങ്ങനെ പഠിച്ചിട്ടില്ല. അതെ, അത് എന്നോട് ആരോട് ചോദിക്കും, എനിക്കറിയില്ലല്ലോ. ഞങ്ങൾ വലിയ അടുപ്പത്തിലുള്ള ആൾക്കാരാ, ഇന്നും അന്നും വലിയ അടുപ്പാ. ഇന്നവരെ ആളെ എന്നോട് വന്നത് ചോദിച്ചിട്ടില്ല, നിങ്ങളോടെ പറയണല്ലോ. എന്നോട് പറയണ്ടേ? എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. അത് അവരോട് ചോദിക്കണ്ട, എനിക്കറിയൂ. എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ ആളെ പുറത്താക്കാൻ പറ്റില്ല. താൻ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റൂ. ആർച്ച് ബിഷപ്പിന് കൊടുത്തു, ഒരു കുഴപ്പമില്ല. വർഗീസിന് ഞാൻ ക്രിസ്ത്യാനികളോടും അന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരാളല്ലേ, ഒന്നാ ഇരിക്കട്ടെ ഒരെണ്ണം. എനിക്ക് കോൺഗ്രസ്സുകാരും കൊണ്ടുവന്നില്ല, എൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്ന് വന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്നും എനിക്കൊരു കേക്ക് തന്നില്ല. എന്താ എന്താ അത് അവരോട് ചോദിക്കണം, എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടില്ല, വരാറില്ല. ആകെ ക്രിസ്മസിനാണ് എൻ്റെ അടുത്ത് വന്നേ, പിന്നെ വന്നിട്ടൊന്നുമില്ല. എന്താണ് എന്ത്? അത് LDF നോക്കേണ്ട കാര്യം ഞാനല്ലല്ലോ. ഞാൻ എൻ്റെ അടുത്ത് വന്നു, നിങ്ങൾ ചോദിച്ചു, മറുപടി തന്നു. അത് LDFൻ്റെ നേതൃത്വം തീരുമാനിച്ചോട്ടെ, ഞാൻ തീരുമാനിക്കുന്നില്ല. അതെ, അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാൻ അത്ര വലിയ വില കൽപ്പിക്കുന്നില്ല വിഷയത്തിന്, ഞാൻ അതിന് വില കൽപ്പിക്കുന്നില്ല. മനസ്സിലായ? ഞാൻ ഇത്രയേ ഉള്ളൂ. ആ പ്രസ്താവനയോട് എനിക്ക് അത്ര വില തോന്നുന്നില്ല. കാരണം അതൊക്കെ ഒരു ബാലിശമായ കാര്യമാണ്. എന്ത്? അതൊക്കെ അവർ നോക്കേണ്ട കാര്യമല്ലേ. ഞങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ അവർ അവർക്ക് പണി കൊടുക്കേണ്ടേ. എൻ്റെ പണി എന്താ ഞാൻ പറഞ്ഞു. എൻ്റെ ചുമതല തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 2000 മുതൽ 2024 കഴിയുന്നത് വരെ ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചോദിച്ച് ഇവിടെ ഇടതുപക്ഷത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു കോർപ്പറേഷനാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതിനകത്ത് വല്ല അപാകത ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അത് അദ്ദേഹത്തിൻ്റെ, എൻ്റെ കുഴപ്പമില്ലല്ലോ ബോധ്യപ്പെടുന്നത്. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടോളും എന്നാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ഞങ്ങൾക്ക് ഞാൻ രാഷ്ട്രീയ ചർച്ചയ്ക്ക് പോകാറില്ല. ഞാൻ രാഷ്ട്രീയ ചർച്ചകൾക്ക് പോകാറില്ല. ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം, ഞാൻ ഇങ്ങനെയുള്ള അങ്ങനത്തെ ഒരു ചിന്തയുള്ളവനല്ല. ഞാൻ പറഞ്ഞില്ല ഇതിനോട്. അതേ, ഇടതുപക്ഷമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ. ഇപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒന്നേ ഉള്ളൂ, അത് ഇടതുപക്ഷമാണ്. ഓക്കെ, താങ്ക് യു. ടിക്കറ്റ് റിസർവ് ചെയ്യുന്നത് കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. 3000 ടിക്കറ്റോളം നമ്മൾ വ്യാപാരി വ്യവസായി അതുപോലെ തന്നെ ഈ മാറ്റ് വഴി സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. 3000 ടിക്കറ്റോളം. അപ്പോൾ മറ്റേ ബോച്ച പറഞ്ഞതിനൊരു ചേഞ്ച് ഉണ്ട്. ഒരു 3000 ടിക്കറ്റോളം വ്യാപാര വ്യവസായ സമിതി മുഖാന്തരം ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ കേട്ടാ. അങ്ങനെയൊന്നും അതെ അല്ല കേൾക്കൂ, അങ്ങനെയൊന്നും ചോദിക്കല്ലോ, മറന്ന കാലം. ഓക്കെ, താങ്ക് യു.